ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ എൻ്റെ അയലത്തെ വീട്ടിലെ കുറച്ച് കുട്ടികളുടെ ഓരോ കുസൃതികളും കാണാം. ഓക്കെ, അപ്പോൾ ഇതാ ഞങ്ങൾ ചേർത്തലയിലെ അങ്ങാടിയിലാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ട്രീ മേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നത്. അപ്പോൾ ട്രീയിൽ ഇടാനുള്ള കുറച്ച് ബോൾസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട്. ട്രീ ഞങ്ങൾ എപ്പോഴും വിചാരിക്കും മേടിക്കണം എന്ന്, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ എന്താണെന്നറിയില്ല. വീട് വെച്ച് എൻ്റെ ട്രീ മേടിക്കാൻ വേണ്ടിയിട്ടേ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മളൊരു ക്രിസ്മസ് ട്രീ മേടിക്കും എന്നുള്ള ആ ഒരു രീതിക്ക് ഷോപ്പിലേക്ക് വന്നതാണ്. ഇത് ചേർത്തലയിലെ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. അത്യാവശ്യം സകല സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ കുഞ്ഞൂസിനെ മാത്രമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പൂസിനെ വീട്ടിലാക്കിയിട്ടാണ് വന്നതേ. അങ്ങനെ ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അതേ ഓരോന്നെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കൊതിയാവും മേടിക്കാൻ വേണ്ടി. എന്തോരം ലൈറ്റിൻ്റെ വെറൈറ്റിയാണ്. എറണാകുളത്തൊക്കെ പോയി ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചേർത്തലയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നു. കുഞ്ഞൂസ് ട്യൂഷന് പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ട്രീയുടെ പരിപാടി തുടങ്ങാൻ. അപ്പോഴാണ് ദേ 3 കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്തൊക്കെയോ എൻ്റെ തലയിൽ ചെയ്യാം, ചേച്ചി ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന്. പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ, ഞാനും അവർക്കൊപ്പം ഇരുന്നൊക്കെ കൊടുത്തു. എന്തൊക്കെയോ മുടിയൊക്കെ കെട്ടി നോക്കി. അവസാനം ട്രീയിൽ കൊണ്ടുവന്ന് വെക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ മുടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. ഇതാ അപ്പോഴത്തേക്ക് മുത്തു ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അവരുടെ ഒരു സന്തോഷമല്ലേ. ഞാൻ പിന്നെ എല്ലാത്തിനും കൂടുന്നതുകൊണ്ടിട്ട് ചുമ്മാ ഇരുന്നൊക്കെ കൊടുത്തു. 3 എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ ഇവരായിട്ടൊക്കെയാണ് ഞാൻ മെയിൻ കമ്പനി അടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ ഫൈനൽ ലുക്ക് കാണാം അല്ലേ. ഇതാ കണ്ടില്ലേ, മിന്നിത്തിളങ്ങുന്ന ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ മുടി നോക്കുന്നത്. ദൈവമേ എന്തോരം ഉണ്ടായിരുന്നു എൻ്റെ മുടിയാ. അതാ പൂച്ചവാല് പോലെ ആയിട്ടുണ്ട്. 10th പഠിക്കുമ്പോഴത്തേക്ക് നല്ല ഉള്ളുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും സങ്കടം വരും. കാരണം 2 സൈഡ് പിന്നിയിട്ടൊക്കെ ആയിരുന്നല്ലോ പണ്ട് കെട്ടാറ് സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ നല്ല ലെങ്ത്തൊക്കെ ഒക്കെ ഉള്ളൊക്കെ ഉണ്ടായിരുന്നതാ. ഇപ്പോൾ പോയി ഒന്നും ഇല്ലാണ്ടായി. അപ്പോൾ ഇതാ കുഞ്ഞൂസ് വന്നു. ഞങ്ങൾ ട്രീയുടെ പരിപാടീസൊക്കെ ഓരോന്നായിട്ട് തുടങ്ങായി. അങ്ങനെ പയ്യെ ഇതെല്ലാം വിടർത്തി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ട്രീ ഇത്തിരി ചെറുതായി പോയോ എന്നൊരു ഡൗട്ട്. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല ഇതൊക്കെ മതി എന്നുള്ള ആ ഒരു സെറ്റപ്പിൽ എല്ലാം റെഡിയാക്കി പയ്യെ വെച്ചു. എനിക്ക് ഇവനെയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ ആദ്യം മേടിക്കേണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ അവനെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞൂസ് പറഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലുള്ളതൊക്കെ കൂടി അഡ്ജസ്റ്റ് ചെയ്തു. നല്ല ക്യൂട്ടാണല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ട്രീയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫെയറി ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു ക്യൂട്ട് മാലാഖനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രീയുടെ ഫൈനൽ ലുക്ക്. നിങ്ങളെല്ലാവരും റെഡിയാക്കിയോ ക്രിസ്മസ് ട്രീ?